അടുത്തതായി സ്ട്രക്ചറൽ സ്റ്റീലിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ടൈപ്സ് ഓഫ് സെക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് നമ്മൾ ഓൾറെഡി മാനുഫാക്ചർ ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ പറഞ്ഞു. അത് അവസാനം നമ്മളൊരു ഹോട്ട് റോളിംഗ് എന്നുള്ളൊരു പ്രോസസ്സിൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ആണ് ഹോട്ട് റോളിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഫൈനലി അതിനെ റോളർ സ്ട്രൈറ്റ്നേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫൈനലി കിട്ടുന്ന സ്റ്റീൽ സെക്ഷൻസിനെയാണ് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, സോ ആദ്യമായി ഐ സെക്ഷൻ ഓർ വി കോൾ ഇറ്റ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്രോസ് സെക്ഷൻ ആണ് ഐ സെക്ഷൻ. ഐ സെക്ഷൻ പേര് പോലെ തന്നെ ഐ ഷേപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുക, ഐ സെക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്, ഐ സെക്ഷൻ. സോ അതിന് ഒരു ടിപ്പിക്കൽ ഷേപ്പ് ഉണ്ട്, ഒരു ഐയുടെ ഷേപ്പാണ് അതിൻ്റെ ക്രോസ് സെക്ഷന്. അതിൻ്റെ ലെങ്ത് ഒരു സഫിഷ്യൻറ്റ് ലെങ്ത് ഉണ്ടാവും, സാധാരണ 6 മീറ്റർ ലെങ്ത് അല്ലെങ്കിൽ 12 മീറ്റർ ലെങ്തിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അത് അതിൻ്റെ പ്രത്യേകത എന്തെന്നൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ സെക്ഷൻ അതിന് വിളിക്കുന്ന മറ്റൊരു പേര് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. എന്തുകൊണ്ടാണ് അതിനെ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് യൂഷ്വലി ജോയിസ്റ്റ് അല്ലെങ്കിൽ ബീം എന്നുള്ള പർപ്പസിന് വേണ്ടി പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് ഐ സെക്ഷൻ. ഓക്കെ, സോ ഇവിടെ നോക്കുക, ആ ക്രോസ് സെക്ഷൻ ഇവിടെ ശ്രദ്ധിക്കുക. ആ ക്രോസ് സെക്ഷനിൽ, ഈ ഐ സെക്ഷനിൻ്റെ ക്രോസ് സെക്ഷനിൽ ഇതിന് പ്രധാനമായി 2 പാർട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാഞ്ച്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാഞ്ച്. ഓക്കെ, 2 അറ്റത്ത് ഫ്ലാഞ്ച് എന്നുള്ള ഒരു പാർട്ടുണ്ട്. ദേ ആർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻ നേച്ചർ. ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള 2 മെമ്പേഴ്സാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. സോ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടിനെ വിളിക്കുന്ന പേരാണ് വെബ്. സോ വെബ് ഈസ് എ പാർട്ട് ഓഫ് ഐ ബീം വിച്ച് കണക്ട്സ് 2 ഫ്ലാഞ്ചസ്. ഓക്കെ, ഈ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് ഫ്ലാഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ ഇതിൻ്റെ തിക്നെസ് ഗ്രാജുവലി എൻസിലേക്ക് ഡിക്രീസ് ചെയ്ത് വരുന്നു. സോ അതിൻ്റെ ഇൻസൈഡ് ഫേസ് എന്ന് പറയുന്നത് സ്ലോപ്ഡ് നേച്ചറാണ്, ഒരു സ്ലോപ്പ് ഉണ്ട്. ഓക്കെ, സോ വി കോൾ ഇറ്റ് സ്ലോപ്പിംഗ് ഫ്ലാഞ്ചസ്. ഇനി വളരെ സ്വാഭാവികമായും സാധാരണമായും കാണപ്പെടുന്ന ഐ സെക്ഷൻസ് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീംസ്, ഇതൊരു ഐ സെക്ഷനാണ്. ഇതിനെ വിളിക്കുന്ന പേര് ISJB, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം. പിന്നെ ഉള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീംസ്, വി റെപ്രസെന്റ് ഇറ്റ് ആസ് ISLB. അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മൈൽഡ് മീഡിയം വെയ്റ്റ് ബീംസ്, ISMB. അതിനകത്ത് ഈ ISMB വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഐ ബീമാണ്. ഓക്കെ, ഐ സെക്ഷനാണ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ISMB ഈസ് എ വെരി കോമൺ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. അപ്പോൾ അതിൻ്റെ മീഡിയം വെയ്റ്റ് ബീംസ് എന്ന് പറയുന്നത് ടോട്ടൽ കാറ്റഗറി ഓഫ് ബീംസിൽ ഏകദേശം ആവറേജ് വെയ്റ്റ് ഉള്ള ഒരു ബീമാണ് ISMB എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഐ ബീം. ഇനി അടുത്ത വൈഡ് ഫ്ലാഞ്ച് ബീംസ്, ISWB, ആൻഡ് ദർ ഇസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി വെയ്റ്റ് ബീംസ്, ISHB. സോ ഓരോ പർപ്പസ് അനുസരിച്ച് ഐ സെക്ഷൻസിൽ നമുക്ക് ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ISWB വൈൽഡ് ഫ്ലാഞ്ച് ബീംസ് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഗാൻട്രി ഗേഡേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന ഗാൻട്രി ഗേഡേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വൈൽഡ് ഫ്ലാഞ്ച് ബീംസ്. അവിടെ ഇതിൻ്റെ മുകളിലൂടെ ഒരു റോളർ മൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് there is a rolling crane which moves over the flange of I section. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഐ സെക്ഷനെ വിളിക്കുന്ന പേരാണ് ISWB, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വൈഡ് ഫ്ലാഞ്ച് ബീംസ്. ഓക്കെ, സോ സാധാരണഗതിയിൽ ഇതിനെ എങ്ങനെയാണ് ഒരു ഐ സെക്ഷനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ISMB 225. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ISMB അല്ലെങ്കിൽ ISJB, ISLB, അത് ഏത് ടൈപ്പ് ഓഫ് ബീമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള നൊട്ടേഷൻ ആയിരിക്കും ആദ്യം കൊടുക്കുന്നത്. ISMB അല്ലെങ്കിൽ ISJB, which is followed by
എ നമ്പർ. ഈ നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത്? ദിസ് നമ്പർ റെപ്രസെൻറ്റ്സ് ദ ഡെപ്ത് ഓഫ് ബീം. ഓക്കെ, ഈ ഐ സെക്ഷന്റെ ടോട്ടൽ ഡെപ്ത്, അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഡെപ്ത് ഓഫ് ബീം ഈസ് ദി ഡെപ്ത് മെഷേർഡ് ഫ്രം ദ ടോപ്പ് ഓർ എക്സ്ട്രീം fiber of the flange at the top to the extreme fiber of the flange at the bottom. ഓക്കെ, ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെയുള്ള എൻറ്റയർ ഡെപ്തിനെയാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ. സോ ISMB 225 എന്ന് പറഞ്ഞാൽ the 225 mm is the overall depth of the beam. Okay, and followed by at the rate of, ഇതിന് ശേഷം എന്ത് ചെയ്യും? ഇതിന് ശേഷം at the rate കൂടെ പറഞ്ഞിട്ട് നമ്മൾ we represent the unit weight of the beam also. എന്താണ് യൂണിറ്റ് വെയിറ്റ്? യൂണിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ആ ബീമിന്റെ വെയിറ്റ് ആണ് ഫോർ യൂണിറ്റ് ലെങ്ത്. എന്ന് പറഞ്ഞാൽ ഈ ബീം ഞാൻ പറഞ്ഞു ഇതർ അവൈലബിൾ ഇൻ 6 meters or 10 meters or 12 meters ലെങ്തിൽ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതിൽ 1 meter ബീമിനെ കട്ട് ചെയ്ത് നമ്മൾ വെയ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ്, അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ. സോ ഇവിടെ നമ്മൾ വെയിറ്റ് കിലോഗ്രാമിലല്ല, പകരം കിലോ ന്യൂട്ടണിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. Okay, so what is the weight of 1 meter length of the beam? That we represent it here. So that is known as unit weight. So generally ISMB 225 അല്ലെങ്കിൽ ISMB 250, ISMB 400, ISMB 500 എന്നൊക്കെ പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് പറയുന്ന it represents the depth of the beam followed by the unit weight of the beam. So generally these are used as beams because ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബീമായിട്ട് യൂസ് ചെയ്യുന്നത്? മറ്റൊരു പർപ്പസിന്, മറ്റേത് പർപ്പസിനെക്കാളും ബീംസ് ആയിട്ടാണ് ഐ സെക്ഷൻസിന് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഹാസ് എ ഫ്ലാഞ്ച് വിച്ച് റെസിസ്റ്റ് ദ ബെൻഡിങ് മൊമെന്റ്, വെരി ഇഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഷേപ്പാണ് നമുക്ക് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ബീമിന്റെ ടോപ്പ് മോസ്റ്റ് ഫൈബറിലും ബോട്ടം മോസ്റ്റ് ഫൈബറിലും വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അത് റെസിസ്റ്റ് ചെയ്യാൻ സഫീഷ്യന്റ് ക്രോസ് സെക്ഷൻ വിഡ്ത്ത് ഉള്ളത് ഫ്ലാഞ്ചിനാണ്. ഓക്കെ, ആൻഡ് ഫോളോഡ് ബൈ വെബ്. വെബ് എന്ത് റെസിസ്റ്റ് ചെയ്യുന്നതാണ്? വെബ് റെസിസ്റ്റ് ദ ഷിയർ ഫോഴ്സ് ഇഫക്റ്റീവ്ലി. നമുക്ക് ഒരു സഫീഷ്യന്റ് ലെങ്തിലും ക്രോസ് സെക്ഷനിലും ഉള്ള ഒരു വെബ് ഉള്ളത് കൊണ്ട് we can effectively resist the shear force. So that is why ideally we use I-beams or I-sections to function as beams or flexural members. Okay. Now coming to the second most important type of structural steel, that is channel sections or C section. പേര് പോലെ തന്നെ ഇവിടെ നോക്ക് C ഷേപ്പിലുള്ള സെക്ഷൻ ആണ്. ഇതിന്റെ പ്രത്യേകതയും ഇവിടെയും 2 ഫ്ലാഞ്ചസ് ഉണ്ട്, ബട്ട് it is standing out only to one side. ഒരു സൈഡിലേക്ക് മാത്രമേ പ്രൊജക്ട് ചെയ്ത് നിൽപ്പുള്ളൂ. ഐ സെക്ഷനെ പോലെ ഇരുവശങ്ങളിലേക്ക്, വെബിന്റെ ഇരുവശങ്ങളിലേക്കും പ്രൊജക്ഷൻസ് ഇല്ല, ഒരു സൈഡിലേക്ക് മാത്രമേ ഇതിന് പ്രൊജക്ഷൻ ഉള്ളൂ. ഓക്കെ, so it consists of 2 sloping flanges standing out only to one side of the web. വെബ് എന്ന് പറയുന്നത് again ഈ 2 ഫ്ലാഞ്ചിനെയും കണക്ട് ചെയ്യുന്ന മെമ്പറിനെയാണ് വെബ് എന്ന് വിളിക്കുന്നത്. And there are different types of channel sections also. നമ്മൾ ഐ സെക്ഷൻ പറഞ്ഞ പോലെ തന്നെ ചാനൽ സെക്ഷൻസും ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർപ്പസ് വി ക്യാൻ ചൂസ് ദ പർട്ടിക്കുലർ ടൈപ്പ്. ISJC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ചാനൽ, ISLC ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ചാനൽ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം വെയിറ്റ് ചാനൽ, അതാണ് ISMC. ആൻഡ് ദർ ഇസ് വാട്ട് ഈസ് നോൺ ആസ് ISMCP ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം വെയിറ്റ് പാരലൽ ഫ്ലാഞ്ച് ചാനൽസ്. ഓക്കെ, അതും അഗെയിൻ നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ചാനൽ ചൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെയും റെപ്രസെന്റേഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് ഐ ബീംസ്. ISMC എന്നുള്ള നൊട്ടേഷന് ശേഷം വാട്ട് എവർ ഈസ് ഗിവൺ വിൽ റെപ്രസെന്റ് ദ ഡെപ്ത് ഓഫ് ദ ചാനൽ. ഓവറോൾ ഡെപ്ത് ഓഫ് ദ ചാനൽ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫോളോഡ് ബൈ ദ യൂണിറ്റ് വെയിറ്റ് ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. യൂഷ്വലി channel sections are used in construction of steel columns and in trusses. truss workil ties ആയിട്ടും അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ആയിട്ടും എല്ലാം, ബ്രേസിംഗ് മെമ്പേഴ്സും ആയിട്ടെല്ലാം, മാത്രമല്ല കോളംസിൽ പ്രത്യേകിച്ചും ചാനൽ സെക്ഷൻസ് ഉപയോഗിക്കും. ദേ ആർ വെരി ഇഫക്റ്റീവ് ആസ് കംപ്രഷൻ മെമ്പേഴ്സ് ഓൾസോ. നൗ കമ്മിങ് ടു T sections. T എന്ന് പറയുന്നത് പേര് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഷേപ്പും T പോലെ തന്നെയാണ്. മനസ്സിലായോ? ഈ ഫിഗറിൽ നോക്കുക, T section. ഓക്കെ, അവിടെയും നമുക്ക് ഒരു ഫ്ലാഞ്ച് ഒരു വെബ്. ഐ സെക്ഷൻ ആയിരുന്നപ്പോൾ 2 ഫ്ലാഞ്ചും ഒരു വെബും ആയിരുന്നു. ഇവിടെ ദർ ഇസ് ഓൺലി 1 ഫ്ലാഞ്ച് ആൻഡ് ദർ ഇസ് 1
web. And one thing to be noted is that there is what is known as fillet. ഇവിടെ നോക്കുക, ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണ് ഫില്ലറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് ഫ്ലാഞ്ചസ് ആണ്. ഓക്കെ, the thickness of flange is maximum near the web, and as you move away the thickness will reduce. thickness കുറഞ്ഞാണ് ഈ അറ്റത്തോട്ട് വരുമ്പോൾ thickness കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ thickness കൂടിയ പോർഷൻ, this portion is connected to the web through what is known as fillet. ഈ കണക്ട് ചെയ്യുന്ന ഈ പോർഷനിൽ കുറച്ച് അഡീഷണൽ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഷാർപ്പായിട്ടുള്ളത് ഈ ഫിഗറിൽ കാണുന്നത് ടീയിലെ ഫ്ലാഞ്ചും വെബും ഷാർപ്പ് എഡ്ജസിലാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഷാർപ്പ് തന്നെ ആകണമെന്നില്ല. യു പ്രൊവൈഡ് അഡീഷണൽ മെറ്റീരിയൽ ഹിയർ. ഓക്കെ, ഒരു ഗ്രാജുവൽ ക്രോസ് സെക്ഷണൽ ചേഞ്ച് ആയിട്ട് ഇവിടെ വരുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഈ വെബിൽ നിന്നും ഫ്ലാഞ്ചിൽ നിന്നും വളരെ ഗ്രാജുവലി ആണ് വെബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. യു പ്രൊവൈഡ് അഡീഷണൽ മെറ്റീരിയൽ ഹിയർ വിച്ച് ഇസ് നോൺ ആസ് ഫില്ലറ്റ്. അഡീഷണൽ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫില്ലറ്റ് ഈസ് പ്രൊവൈഡഡ് ടു റെഡ്യൂസ് ദ സ്ട്രെസ് കോൺസെൻട്രേഷൻ. വെബിലും ഫ്ലാഞ്ചിന്റെയും ആ ജംഗ്ഷനിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ മിനിമൈസ് ചെയ്യാനാണ് ഇവിടെ കുറച്ചും കൂടെ അഡീഷണൽ മെറ്റീരിയലും കൂടി ചേർത്ത് വളരെ ഗ്രാജുവലി ദ ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷൻ ഈസ് ബ്രോട്ട് അബൌട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഫില്ലറ്റ്. ഫില്ലറ്റ് എല്ലാ കേസിലും നമ്മൾ പ്രീവിയസ് പറഞ്ഞ ചാനൽ സെക്ഷൻസിലും ഐ സെക്ഷനിലും എല്ലാം ഫില്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടി സെക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടി സെക്ഷനിൽ ഒരു ഫ്ലാഞ്ചും ഒരു വെബ് മാത്രമേ ഉള്ളൂ. ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഇവിടെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീസ് ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർപ്പസ് യു ക്യാൻ യൂസ് എ ഡിസൈഡ് ടൈപ്പ് ഓഫ് ടി സെക്ഷൻ. Indian standard junior T, light T, normal T, wide flange T, long legged T. Okay, so ISJT, LT, NT, HT and ST. അത് ഏതാണെന്ന് വെച്ചാൽ ആദ്യം എഴുതുക. Followed by the depth again measured from the extreme end of the flange to the extreme end of the വെബിന്റെ എക്സ്ട്രീം എൻഡ് വരെയാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഫോളോഡ് ബൈ യൂണിറ്റ് വെയിറ്റ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ 1 മീറ്റർ ലെങ്ത് ഓഫ് ടി സെക്ഷൻ എടുത്തിട്ട് വെയ് ചെയ്ത് നോക്കുക. അതിന്റെ വെയിറ്റ് എത്രയാണോ അതാണ് ഇവിടെ എഴുതുന്നത്. ഇൻ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു യൂസ് ഓഫ് ബ്രാക്കറ്റ്സ് ടു കോളംസ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് സാധാരണഗതിയിൽ ടി സെക്ഷൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർഫസിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് നമുക്കൊരു കണക്ഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെമ്പർ ഫിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് ടി സെക്ഷൻസ്. സോ ജനറലി ദേ ആർ യൂസ്ഡ് ആസ് ബ്രാക്കറ്റ്സ്. കോളത്തിൽ നിന്ന് നമുക്ക് അഡീഷണൽ പ്രൊജക്ഷൻ ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വി യൂസ് ടി സെക്ഷൻസ് ആസ് ബ്രാക്കറ്റ്സ്. ഓക്കെ, ദേ ആർ ഓൾസോ യൂസ്ഡ് ആസ് മെറ്റീരിയൽസ് ടു കണക്ട് plates in steel water tanks. സ്റ്റീൽ വാട്ടർ ടാങ്ക്സിൽ രണ്ട് അഡ്ജസന്റ് പ്ലേറ്റ്സിനെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയും ടി സെക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. അവിടെ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ടാങ്ക് ആയിരിക്കും. നമുക്കറിയാം അവിടെ ഒരു ഷെല്ലാണ് അല്ലെ. ആ ഷെൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഷെല്ലാണ്. ആ ഷെല്ലിൽ വരുന്ന ഹൂപ്പ് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ ടി സെക്ഷന്റെ വെബിന് വളരെ ഇഫക്റ്റീവായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അഗൈൻ ദാറ്റ് ഈസ് ദി പർപ്പസ് ഓഫ് ടി സെക്ഷൻ. നൗ കമ്മിങ് ടു ആംഗിൾ സെക്ഷൻസ് ഓർ എൽ സെക്ഷൻസ്. ഇവിടെ നിങ്ങൾ നോക്കുക, എൽ സെക്ഷൻസ് ഓർ ആംഗിൾ സെക്ഷൻസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് ലെഗ്സ് ഇതിനുണ്ട്. ഈ എൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് പോലെ തന്നെ രണ്ട് ലെഗുകളുണ്ട്. ആ ലെഗുകൾ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വെബ് എന്നും ഫ്ലാഞ്ച് എന്നും നമ്മൾ സാധാരണ പറയാറില്ല. കാരണം രണ്ട് പാർട്സിനും അപ്രോക്സിമേറ്റ്ലി സെയിം ലെങ്ത് തന്നെ ആയിരിക്കും ഇൻ കേസ് ഓഫ് ഈക്വൽ ആംഗിൾസ്. അത് അല്ലെങ്കിലും വി കോൾ ഇറ്റ് എൽ സെക്ഷൻസ് ആസ് അൺഈക്വൽ ആംഗിൾസ്. ഓക്കെ, സോ ഇവിടെ ഈ രണ്ട് ലെഗ്സും ദേ കണക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ്. 90 ഡിഗ്രിയിലാണ് കണക്ട് ചെയ്യുന്നത്. Okay, these two members are connected together at right angles. They are available in 3 types: Indian standard equal angles, Indian standard unequal angles, Indian standard bulb angles. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഈക്വൽ ആംഗിൾസ് എന്ന് പറയുമ്പോൾ രണ്ട് ലെഗ്സിനും ഒരേ ലെങ്ത് ആയിരിക്കും. അൺഈക്വൽ എന്ന് പറയുമ്പോൾ രണ്ട് ലെഗ്സും ഡിഫറെന്റ് ലെങ്ത് ആയിരിക്കും. ആൻഡ് യു ഹാവ് എ ബൾബ് ആംഗിൾ. ബൾബ് ആംഗിൾ എന്ന് പറയുമ്പോൾ one of the legs will have a projection in the form of a bulb at one of its ends.
ഒരറ്റത്ത് ഒരു ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനാണ് ബൾബ് ആംഗിൾ എന്ന് പറയുന്നത്. സോ അഗെയിൻ ഒരു ഡെഫിനറ്റ് പർപ്പസ് ഉള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ബൾബ് ആംഗിൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ആംഗിൾ സെക്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡെസിഗ്നേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ISA റെപ്രസെൻറ്റ്സ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ആംഗിൾസ് ഓർ അൺഈക്വൽ ആംഗിൾസ്. ഈക്വൽ ആംഗിൾ ആയാലും അൺഈക്വൽ ആംഗിളും ആയാലും ISA എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ISA. ആൻഡ് ഇതിന് ശേഷമുള്ളത് വേണം ശ്രദ്ധിക്കാൻ. ഇതിന് ശേഷം ഓരോ ലെഗ് ലെങ്തും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദ സെയിം. ഇപ്പോൾ ഒരു സൈഡ് 80 mm ആണ്, മറ്റേ സൈഡും 80 mm ആണ്. രണ്ട് ലെഗ്സും സെയിം ലെങ്ത് ആണെങ്കിൽ പോലും വി ഷുഡ് റെപ്രസെന്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ISA 130/130/8. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ലെഗ്സിൻ്റെയും ലെങ്ത് 130 mm ആണ്. അതിൽ ഓരോ ലെഗ്സിൻ്റെയും തിക്നെസ് ആണ് 8 mm. ഓക്കെ, ഓരോ ലെഗിൻ്റെയും തിക്നെസ് ആണ് 8 mm. So similarly, you have unequal angles represented as ISA 200/100/10, where one leg has a length 200 mm, the second leg has a length 100 mm, and each legs have a common thickness of 10 mm. Thickness ആണ്. ഓക്കെ, ഇതിന്റെ കനമാണ് 10 mm എന്ന് പറയുന്നത്. ഓക്കെ, സോ അൺലൈക്ക് പ്രീവിയസ് കേസസ് ഇവിടെ 3 ഡൈമെൻഷൻസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. The first 2 dimensions represents the length of the legs, and the third dimension represent the thickness. Okay, so angle sections are widely used in trusses. നമ്മൾ സാധാരണ ട്രസ് വർക്കുകളിൽ ആണ് ആംഗിൾ സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ തന്നെ മറ്റ് ഫാബ്രിക്കേഷൻ വർക്കുകളിലും ആംഗിൾ സെക്ഷൻസ് വിപുലമായി ഉപയോഗിക്കുന്നുണ്ട്. കമ്മിങ് ടു ബാർസ്. ബാർ എന്ന് പറയുന്നത് പ്രധാനമായി 2 തരത്തിൽ ബാർസ് ഉണ്ട്. ബാർ എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, ബാർ എന്ന് പറയുന്നത് അതൊരു സോളിഡ് ക്രോസ് സെക്ഷൻ ആണ്. ഇതിനകത്ത് ഹോൾസോ ഹോളോ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അത് റൗണ്ട് ഷേപ്പിലാകാം, സ്ക്വയർ ഷേപ്പിലാകാം. ഓക്കെ, സോ ബാർസ് ആർ ജനറലി സോളിഡ് ക്രോസ് സെക്ഷൻ ഷേപ്സ് ഓഫ് ഷേപ്പ് റൗണ്ടഡ് ഓർ സ്ക്വയർ. ഓക്കെ, റൗണ്ട് ആണെങ്കിൽ വി റെപ്രസെന്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ. ഓക്കെ, റൗണ്ട് ബാർസിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റൗണ്ട് ബാർസ് ISRO എന്നാണ് പറയുന്നത്. സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ISSQ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ക്വയർ ബാർസ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ക്വയർ ബാർസ്, സ്ക്വയറിന്റെ SQ, റൗണ്ടിന്റെ RO, ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, റൗണ്ട് ആണെങ്കിൽ വി ഡിനോട്ട് ഇറ്റ് ബൈ ഇറ്റ്സ് ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ. ഇപ്പോൾ 10 mm ഡയ അല്ലെങ്കിൽ 12 mm ഡയ അല്ലെങ്കിൽ 16 mm ഡയ എന്ന് പറയുന്നത് ISRO 16 എന്ന് പറയും. ഓക്കെ, ഇനി സ്ക്വയർ ആണെങ്കിൽ വി റെപ്രസെന്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. സൈഡിന്റെ സൈസ് എത്ര, സൈഡ് ലെങ്ത് എത്രയാണ്, ഓക്കെ, അതാണ് റെപ്രസെന്റ് ഇൻ ടേംസ് ഓഫ് മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ISSQ 10 എന്ന് പറഞ്ഞാൽ 10 mm ആയിരിക്കും അതിന്റെ സൈഡ് വിഡ്ത്ത്. ഓക്കെ, സോ ഇത് റൗണ്ട് ബാർസും സ്ക്വയർ ബാർസും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ വീട്ടിലെ എല്ലാ ജനൽ കമ്പികളിൽ എല്ലാം ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ഓഫ് ബാർസ് ആണ്. ഓക്കെ, സോ generally for fabrication and other lateral bracing works we use bars. Now coming to flats. Flat എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഫ്ലാറ്റിന്റെ തിക്നെസ് is generally greater than 5 mm, but its width is sufficiently restricted. width വളരെ കുറവാണ്. ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഷോർട്ടർ width ആണ്, പക്ഷേ തിക്നെസ് should be greater than 5 mm. ഓക്കെ, ഇതിന്റെ width ഒരുപാട് നമുക്ക് ഷീറ്റോ പ്ലേറ്റോ പോലെ വളരെ ലാർജ് വിഡ്ത്തിലുള്ളതൊന്നുമല്ല, വളരെ ലിമിറ്റഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, മാക്സിമം ഒരു 100 mm അല്ലെങ്കിൽ 10 സെന്റിമീറ്ററിനെക്കാളും ചെറുതായിരിക്കും ഫ്ലാറ്റിന്റെ വിഡ്ത്ത്. പക്ഷെ തിക്നെസ് എന്ന് പറയുന്നത് എപ്പോഴും 5 mm കൂടുതലാണ്. So generally flats are represented by the letter ISF followed by its thickness. thickness എത്രയാണോ അതാണ് ചെയ്യേണ്ടത്. സാധാരണ 5 mm കൂടുതലായിരിക്കും. Now coming to plates. plates എന്ന് പറയുന്നത് again നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റിന്റെ കേസ് പോലെ തന്നെ പ്ലേറ്റിന്റെ തിക്നെസ്സും 5 mm കൂടുതലാണ്, 5 mm കൂടുതലാണ്. ബട്ട് ദ വിഡ്ത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലാറ്റ്സ്. ഫ്ലാറ്റ്സിന് ലിമിറ്റഡ് വിഡ്ത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു. പ്ലേറ്റുകൾ വരുമ്പോൾ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലാറ്റ്സ്. ഓക്കെ, സോ ഹിയർ പ്ലേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ISPL, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് ISPL ഫോളോഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ്. ഈ പ്ലേറ്റിന്റെ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ 2 meter ലോങ് അല്ലെങ്കിൽ 3 meter ലോങ് ആണെങ്കിൽ 3 meter
എന്ന് പറയുന്നത് മില്ലിമീറ്ററിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 3000 മില്ലിമീറ്റർ, 3000 ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 900 മില്ലിമീറ്റർ ഇൻറ്റു തിക്നെസ്. തിക്നെസ് എന്ന് പറയുന്നത് മിനിമം 5 mm ആണ്. എത്രയാണോ തിക്നെസ് അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ഇനി സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഫ്ലാറ്റും പ്ലേറ്റും പോലെയല്ല. സ്ട്രിപ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഹാസ് എ തിക്നെസ് ലെസ് ദാൻ 5 mm. ഓക്കെ. സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ്. നമുക്കൊരു സാധാരണ ഷീറ്റ് മെറ്റലൊക്കെ വളരെ കനം കുറഞ്ഞതാണ്. ഷീറ്റ് മെറ്റലിൽ നമുക്ക് വളരെ ഷോർട്ടർ വിഡ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് സ്ട്രിപ്സ്. ഓക്കെ. സ്ട്രിപ്സിന്റെ വിഡ്ത്ത് കുറവാണ്. ഒരു വലിയ ഷീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലേറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ വിഡ്ത്ത് കുറവാണ്. ഓക്കെ. പക്ഷെ തിക്നെസ്സും കുറവ് തന്നെയാണ്, 5 mm കുറവാണ്. സോ എങ്ങനെയാണ് സ്ട്രിപ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്ട്രിപ്സ് ISST ഫോളോഡ് ബൈ വിഡ്ത്ത്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ഷോർട്ടർ വിഡ്ത്ത് ആണ്. എത്രയെന്ന് വെച്ചാൽ ഇൻ മില്ലിമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക ഇൻറ്റു തിക്നെസ്സും it is less than 5 mm. Now, very important structural steel sections are hollow sections or tubes. ട്യൂബ് സെക്ഷൻ അല്ലെങ്കിൽ ഹോളോ സെക്ഷൻ എന്ന് പറയുന്നതാണ് ഇന്ന് വളരെ സർവ്വസുലഭമായി മാർക്കറ്റിൽ അവൈലബിൾ ആയതും നമുക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെല്ലാം ഫാബ്രിക്കേഷൻ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡ് റെയിൽസ് ആയിട്ടും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഒരു സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ സൈസ്ഡ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാനും എല്ലാം ഈ ഹോളോ സെക്ഷൻസ് വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കാറുണ്ട്. ലീൻ ടു റൂഫുകൾ സാധാരണ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഹോളോ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് കോളമായിട്ടും ട്രസ് വർക്കിന് വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ ഹോളോ സെക്ഷൻസ്. പേര് പോലെ തന്നെ ട്യൂബ്സ് ഓർ ഹോളോ സെക്ഷൻസ് വിത്ത് ഇൻസൈഡ് ഹോളോ. ഓക്കെ. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് റേഞ്ചസ് ഫ്രം 2 to 10 millimeter ആണ് ഇതിന്റെ തിക്നെസ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 3 ഇമ്പോർട്ടൻറ്റ് ഷേപ്സ്. സർക്കുലർ ഹോളോ സെക്ഷൻ, ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ സർക്കുലർ ഹോളോ സെക്ഷൻ റെപ്രസെന്റഡ് ആസ് CHS, സ്ക്വയർ ഹോളോ സെക്ഷൻസ് SHS ആൻഡ് റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻസ് RHS. ഓക്കെ. സോ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതും ഇതിന്റെ ഔട്ടർ ഡയമെൻഷൻസ് ആണ്. ഇപ്പോൾ സർക്കുലർ ഹോളോ സെക്ഷൻ ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ, സ്ക്വയർ ഹോളോ സെക്ഷൻ ആണെങ്കിൽ രണ്ട് സൈഡ്സും ഇപ്പോൾ 40 mm by 40 mm ആണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും, 40 mm into 40 mm. റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ 40 mm into 20 mm ആണെങ്കിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഫോളോഡ് ബൈ ഇറ്റ്സ് തിക്നെസ്. തിക്നെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1.7 mm or 2.2 mm എന്നൊക്കെ പറയുന്ന തിക്നെസ്സും ഉൾപ്പെടെ മില്ലിമീറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ദീസ് ആർ ജനറലി യൂസ്ഡ് ഫോർ ദ construction of columns, trusses, etc. Now coming to the advantages and disadvantages of structural steel sections over RCC structures. നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് വിത്ത് റെസ്പെക്ട് ടു RCC സ്ട്രക്ചേഴ്സ്. RCC സ്ട്രക്ചേഴ്സ് നമ്മൾ ഫസ്റ്റ് പാർട്ട് സ്ട്രക്ചറൽ ഡിസൈനിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചതാണ്. സോ RCC സ്ട്രക്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. സോ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതിൽ ആദ്യം അഡ്വാൻറ്റേജസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് എ വെരി ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഭാരത്തിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് വളരെ വളരെ ഹൈ ആണ്. RCC സ്ട്രക്ചേഴ്സ് നമുക്കറിയാം വളരെ ലാർജ് ഹെവി സ്ട്രക്ചേഴ്സ് ആണ്, ഹെവി സെക്ഷൻസ് ആണ്. ഒരു റെക്ടാങ്കുലർ ബീം എന്ന് പറയുമ്പോൾ ആ റെക്ടാങ്കിൾ ഫുള്ളും കോൺക്രീറ്റ് കൊണ്ട് നിറച്ചതാണ്. ഓക്കെ. ആ റെക്ടാങ്കുലർ ബീം റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് അതിനേക്കാളും ഭാരം കുറഞ്ഞ ഒരു സ്റ്റീൽ ഐ സെക്ഷൻ കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ. സോ ഒരു റെക്ടാങ്കുലർ ബീം റെസിസ്റ്റ് ചെയ്യുന്ന മൊമെന്റ് അല്ലെങ്കിൽ ലോഡുകളെ അതിനേക്കാളും ഈ റെക്ടാങ്കുലർ RCC ബീമിനേക്കാളും ഭാരം കുറഞ്ഞ സ്റ്റീൽ ബീം കൊണ്ട്, സ്റ്റീൽ ഐ സെക്ഷൻ കൊണ്ട് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് സ്റ്റീൽ സെക്ഷൻസ് എപ്പോഴും ലൈറ്റർ ആണ്, ചെറിയ ക്രോസ് സെക്ഷൻ ആണ്. RCC ബീമിനെ പോലെ ഹെവിയോ ഭാരമേറിയതോ അല്ലെങ്കിൽ ലാർജ് സ്ട്രക്ചറോ ഒന്നുമല്ല, ലാർജ് സെക്ഷൻസോ ഒന്നുമല്ല. ഓക്കെ. സോ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തത്, പ്രീകാസ്റ്റ് structural steel sections are easily available and erection becomes faster.
നമുക്കറിയാം സ്റ്റീൽ സെക്ഷൻസ് എല്ലാം, സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് എല്ലാം മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം മാർക്കറ്റിൽ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നതാണ്. അത് എല്ലാം ഇൻഡസ്ട്രി മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ്. സോ ഇതിനെ നമ്മൾ സൈറ്റിൽ എത്തിക്കുക, ഫാബ്രിക്കേഷൻ ചെയ്യുന്നത് ഓൺ സൈറ്റിൽ ഫാബ്രിക്കേഷൻ ചെയ്യാൻ സാധിക്കും. സോ അതിനെ സൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ സെക്ഷൻസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ RCC സ്ട്രക്ചർ അങ്ങനെയല്ല. ഒരു 90% RCC കൺസ്ട്രക്ഷൻസ് ഇപ്പോഴും കാസ്റ്റ് ഇൻ സിറ്റു ആണ്. നമ്മൾ സൈറ്റിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. മാത്രമല്ല അതിനകത്ത് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. നമുക്കറിയാം അതിൻ്റെ മിക്സ് ഡിസൈൻ, പ്രൊപ്പോർഷനിങ്, ബാച്ചിങ്, മിക്സിങ്, കോമ്പാക്റ്റിംഗ്, ക്യൂറിങ് എന്നുള്ള ഒരുപാട് സ്റ്റേജുകൾ RCCക്ക് ഉണ്ട്. സ്റ്റീലിന് അങ്ങനെയൊന്നുമില്ല. സ്റ്റീല് ഡയറക്റ്റ്ലി നമുക്ക് സൈറ്റിലോട്ട് ആ മെറ്റീരിയൽസ് എത്തിക്കുക, വർക്കേഴ്സിനെ ഉപയോഗിച്ച് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഈസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഓക്കെ, നമ്മൾ RCC പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു RCC സെക്ഷൻസ് എപ്പോഴും അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. കാരണം എന്താണ്, RCC സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ മാത്രമേ അതിന് ഡക്റ്റൈൽ ബിഹേവിയർ ഉണ്ടാകുകയുള്ളൂ. ഡക്റ്റൈൽ ബിഹേവിയർ എപ്പോഴും ഒരു സ്ട്രക്ചറൽ മെമ്പറിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? അത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് ആഡിക്വേറ്റ് വാർണിംഗ് ടു ദ യൂസർ. അതുകൊണ്ട് എപ്പോഴും ഡക്റ്റൈൽ തന്നെ ആയിരിക്കണം. പക്ഷെ സ്റ്റീല് ബൈ ഡീഫോൾട്ട് ഇറ്റ് ഈസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ അതിന് കൃത്യമായും അങ്ങനെ ഒരു ബിഹേവിയർ അതിനുണ്ട്. കമ്പയർഡ് ടു RCC ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്യണം. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആക്കി മാറ്റിയാൽ മാത്രമേ അത് ഡക്റ്റൈൽ ബിഹേവിയർ കാണിക്കുകയുള്ളൂ. പക്ഷെ ബൈ ഡീഫോൾട്ട്, ബൈ ഒറിജിൻ, സ്റ്റീൽ ഈസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഓക്കെ, നൗ another important advantage is that it has 100% scrap value. It is recyclable, can be reused even after dismantling. Steel structures ഒരിക്കൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നിസ്സാരമായി അതിനെ ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറ്റുകയും അതിനെ റീയൂസ് ചെയ്യാനും സാധിക്കും. RCC അങ്ങനെയല്ല. RCC ബീമോ സ്ലാബോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ആവശ്യം കാരണം അതിനെ മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ റീയൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ കംപ്ലീറ്റും ഡിമോളിഷ് ചെയ്ത് കളയാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ റീയൂസ് നടക്കണമെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് ഈ സ്ട്രക്ചേഴ്സിനെ എല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ കണക്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ ബോൾട്ടുകളെ റിമൂവ് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ അഴിച്ച് കളയാൻ സാധിക്കും. വെൽഡഡ് കണക്ഷൻ ആണെങ്കിൽ ആ വെൽഡ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ആ സെക്ഷൻസിനെയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. ഓക്കെ, നൗ another thing is that it has longer life if maintained properly. നമുക്കറിയാം സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്, തുരുമ്പ് എടുത്ത് നശിച്ചു പോകാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇഫ് മെയിൻറ്റെയിൻഡ് പ്രോപ്പർലി ഇറ്റ് ഹാസ് എ ലൈഫ് ലോങ്ങർ ദാൻ RCC സ്ട്രക്ചർ. നൗ സിൻസ് സെക്ഷൻസ് ആർ ഓൾ ഫാക്ടറി മെയ്ഡ്, ക്വാളിറ്റി കൺട്രോൾ ഈസ് എൻഷുർഡ്. സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ആസ്പെക്ട്. RCC സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞു അത് സൈറ്റിലാണ് കാസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യാൻ സ്വാഭാവികമായി ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, സ്റ്റീൽ സെക്ഷൻസ് എല്ലാം നമ്മൾ ഫാക്ടറി മെയ്ഡാണ്. അത് സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ക്വാളിറ്റി കൺട്രോൾ ഈസ് എൻഷുർഡ് ഇൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് RCC സ്ട്രക്ചേഴ്സ്. ഇനി ഫൈനൽ പോയിന്റ് ഈസ് ദാറ്റ് സ്ട്രെങ്തനിങ് ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് റിലേറ്റീവ്ലി സിംപ്ലർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? RCC സ്ട്രക്ചർ ഒരു പ്രാവശ്യം കൺസ്ട്രക്ട് ചെയ്തു, ഓക്കെ, ഒരു ബീം ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നിശ്ചിത ഡിസൈൻ പ്രകാരം അല്ല ചെയ്തത്. അത് വലിയ ലോഡുകൾ ഉണ്ടായാൽ അത് റെസിസ്റ്റ് ചെയ്യാൻ അതിന് പറ്റില്ല എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു RCC ബീം ആണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, അതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അതിനെ ഡിമോളിഷ് ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ ഡിമോളിഷ് ചെയ്ത് പുതിയ ഡിസൈൻ പ്രകാരമുള്ള ഒരു ബീം കൺസ്ട്രക്ട് ചെയ്യുക. പക്ഷേ സ്റ്റീൽ സ്ട്രക്ചർ അങ്ങനെയല്ല. സ്റ്റീൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരു ബീം അത് സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നിയാൽ അതിൻ്റെ കൂടെ അഡീഷണൽ ബീംസ് നമുക്ക് കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ അഡീഷണൽ കോളംസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. So strengthening of structures is relatively simpler in steel structures compared to that of RCC. Okay. Now coming to the disadvantages of steel structures. Steel structures നമ്മൾ ഇപ്പോൾ പറഞ്ഞ അഡ്വാൻറ്റേജസ് കൂടാതെ ചില ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് ഹാസ് വെരി ലെസ് ഫയർ റെസിസ്റ്റൻസ്. അത് ഫയർ ഉണ്ടാകുകയാണെങ്കിൽ RCCയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫയർ റെസിസ്റ്റൻസ് കുറവാണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ കണ്ടക്ട് ഹീറ്റ് ത്രൂ ഇറ്റ്. ഇനി രണ്ടാമത് ഇറ്റ് ഹാസ് മോർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് കൊറോഡഡ്. തുരുമ്പിച്ചു പോകാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. ഓക്കെ, പ്രോപ്പർ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് തുരുമ്പിച്ച് പോകും. ഇനി തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് ഹാസ് ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഇതിനെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. സോ ആ മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് വെരി ഹൈ ഫോർ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ഹാസ് ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ. എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് RCCയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ, ഇഫ് മെയിൻറ്റെയിൻ പ്രോപ്പർലി, ഇറ്റ് ക്യാൻ ഹാവ് എ ലൈഫ് മോർ ദാൻ ദാറ്റ് ഓഫ് RCC സ്ട്രക്ചേഴ്സ്. പക്ഷേ ഇനിഷ്യൽ കോസ്റ്റ്, തുടക്കത്തിൽ അതിനെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കാനുള്ള കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ ഫൈനൽ പോയിന്റ്? അതെന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ സെക്ഷൻസ് റെഡ്യൂസ് ഇഫ് സബ്ജക്റ്റഡ് ടു ലാർജ് നമ്പർ ഓഫ് സ്ട്രെസ് റിവേഴ്സൽസ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത, അതിന് ഫെറ്റീഗ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് പ്രകാരം ഡൈനാമിക് ലോഡ്സ് അല്ലെങ്കിൽ സ്ട്രെസ് റിവേഴ്സലുകൾ എന്ന് പറഞ്ഞാൽ വിൻഡ് ലോഡ്സ് അല്ലെങ്കിൽ എർത്ത് ലോഡ്സ് മൾട്ടിപ്പിൾ സൈക്കിൾസ് ആയിട്ട് ഈ മെറ്റീരിയലിൽ വരികയാണെങ്കിൽ, ഈ മെറ്റീരിയലിൽ വിൻഡ് ലോഡ്, എർത്ത് ലോഡ് മുതലായ സൈക്ലിക് ലോഡുകൾ വരികയാണെങ്കിൽ സ്ട്രെസ് റിവേഴ്സലുകൾ സംഭവിക്കും. സ്ട്രെസ് റിവേഴ്സലുകൾ കാരണം അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫെറ്റീഗ്. ഓക്കെ, സോ സ്റ്റീൽ സെക്ഷൻസിന് അതൊരു പ്രോപ്പർട്ടിയാണ്. ദർ ഈസ് എ ചാൻസ് ദാറ്റ് ഫെറ്റീഗ് ക്യാൻ ഒക്കർ ഇൻ സ്റ്റീൽ സെക്ഷൻസ്. ആസ് എ റിസൾട്ട് ദ സ്ട്രെങ്ത് ക്യാൻ ഗോ ഡൗൺ. Okay, so these are the disadvantages of steel structures. Thank you.